പാലക്കാട് കിഴക്കഞ്ചേരിയിൽ വീടിനകത്തു നിന്നും രാജവെമ്പാലയെ പിടികൂടി. പഴനിലം ബേബിയുടെ വീട്ടിലാണ് രാജവെമ്പാല എത്തിയത്. വനംവകുപ്പ് ഓഫീസർ കരയങ്കാട് മമ്മദാലി എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ഈ പൈപ്പിൽ കയറ്റാൻ നോക്കിയല്ലോ, അല്ലെ ഈ പൈപ്പ് കൂടെ കയറ്റി നോക്കി ചാക്കിലേക്ക്. അതിലേക്കാക്കുന്നു, ഈ പൈപ്പിക്കാക്കുന്നുണ്ട്. ഗോകുൽ VS വിവരങ്ങൾ നൽകും. ഗോകുൽ, ഇത് പാമ്പിന്റെ ശല്യമൊക്കെ ഉണ്ടാകുന്ന പ്രദേശമാണോ? എപ്പോഴാണ് പാമ്പിനെ വീടിനകത്ത് കണ്ടെത്തിയത്? എന്താണ് ഉണ്ടായത്? ഇത് കിഴക്കഞ്ചേരി പാലക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. വനമേഖലയോട് ചേർന്ന ഒരു പ്രദേശം കൂടിയാണ്. മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വീടിനകത്തേക്കൊക്കെ പാമ്പ് കയറുന്നത്. പക്ഷെ രാജവെമ്പാലയെ വീടിനകത്തു നിന്നിങ്ങനെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കിഴക്കഞ്ചേരി സ്വദേശിയായ ബേബി ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസം. അവിടെ വെച്ചാണ് പാമ്പിനെ കണ്ടത്. പാമ്പിനെ കണ്ട് ഭയന്ന് ബേബി നാട്ടുകാരെ വിവരം അറിയിച്ചു. തുടർന്നാണ് വനം വകുപ്പ് എത്തിയത്. വനം വകുപ്പ് വാച്ചർ കരിയാങ്കാട് മമ്മദാലിയാണ് ഈ പാമ്പിനെ പിടികൂടിയത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ വലിയ പാമ്പാണ്, രാജവെമ്പാലയാണ്. സ്വാഭാവികമായും എല്ലാവർക്കും വലിയ ഭയമുണ്ടാകും. പാമ്പിനെ ഏതായാലും വനം വകുപ്പ് പിടിച്ചു. 3 വയസ്സ് പ്രായമുള്ള ആൺപാമ്പാണ് എന്നാണ് ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം. പിടികൂടിയ രാജവെമ്പാല ചേരപ്പാമ്പിനെ വിഴുങ്ങിയതായും ഈ പാമ്പ് പിടിക്കുന്ന ആൾ ഒരു സംശയമായി പറയുകയുണ്ടായി. ഏതായാലും ഇതിനെ പിന്നീട് വനമേഖലയിൽ തുറന്നുവിട്ടു. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട്ടാണ് വീട്ടിനകത്ത് രാജവെമ്പാലയെ കണ്ടെത്തിയത്, പിടികൂടിയിരിക്കുന്നത്.